നമുക്കിന്നേ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നോക്കാം. നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 250 ഗ്രാം അരിപ്പൊടി. ഇത് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അരി നന്നായി കുതിർത്തിയിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തത്. പിന്നെ ഒരു പാളയംകുടം പഴം മിക്സിയിൽ അരച്ചത്. പിന്നെ ഇതൊരു 75 ഗ്രാമോളം മൈദയുണ്ട്. പിന്നെ തേങ്ങ കൊത്തി വറുത്തെടുത്തത്, നെയ്യിൽ വറുത്തെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടി, പിന്നെ ബേക്കിംഗ് സോഡ. നമുക്ക് ശർക്കര അരിച്ചെടുക്കാം. ശർക്കര പാനി ഇത് ചൂടാറിയതാണ് കേട്ടോ. അത് കുറേശ്ശെ എടുത്ത് ഒഴിച്ച് കുഴയ്ക്കാം. പഴം ചേർക്കാം. പഴം അരച്ച് വെച്ചത് ചേർക്കാം. നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ശർക്കരപ്പാനി ചേർക്കാം. ലൂസായിട്ടില്ല, കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. ഇത് മതിയാവും. ഇനി നമുക്കിത് മാവ് സോഫ്റ്റ് ആകുമ്പോൾ ഒന്നും കൂടെ മാവ് ലൂസാവും. നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർക്കാം. നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. നമുക്കിത് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. കുറച്ച് ജീരകപ്പൊടി. നമുക്കിതിൽ മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു അല്പം മാത്രം ബേക്കിംഗ് സോഡ ചേർക്കാം. അപ്പക്കാരം കേട്ടോ. ഇത് ചേർത്താൽ പെട്ടെന്ന് തന്നെ മാവ് സോഫ്റ്റായി വരും കേട്ടോ. കുറച്ചേ ചേർക്കുന്നുള്ളൂ. നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1-2 മണിക്കൂർ വെക്കേണ്ടി വരും കേട്ടോ. ഇത് കണ്ടോ, മാവ് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട്, നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യാനുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. നമുക്കിനി ഉണ്ടാക്കി നോക്കാം. ഇത് നല്ലോണം ഇങ്ങനെ വീർത്ത് വരുന്നുണ്ടേ. നോക്കി, നല്ലോണം സോഫ്റ്റായി കണ്ടോ. നല്ലോണം സോഫ്റ്റായിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. നമുക്കിനി കോരാം. ഇത് മൂത്തിട്ടുണ്ട്, കോരാം. ഇത് പോകാം. സൂപ്പർ നെയ്യപ്പാണേ. നമുക്കത് സോഫ്റ്റ് ആണെന്നൊന്ന് നോക്കാം. വേണ്ടോ, നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്.